ഇവിടെ പറയാൻ പോകുന്നത് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ്. വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂവ്, സ്പ്രിങ്, മെറ്റൽ ബെല്ലോസ്, സ്റ്റെം, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക ഇതിന്റെ ബോഡി, വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ബോഡി. അതേപോലെ തന്നെ ഇതൊരു ഫീലർ ബൾബാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ഭാഗങ്ങൾ. അതായത് ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻലെറ്റും ഉണ്ട്, ഔട്ട്ലെറ്റും ഉണ്ട്. ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ഇത് കൂളിംഗ് ടവറിൽ നിന്ന് കണ്ടൻസറിലേക്ക് വരുന്ന വാട്ടർ ലൈനിന്റെ ഇൻലെറ്റിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. വാട്ടർ ലൈനിന്റെ ഇൻലെറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. വേറൊന്നിനുമല്ല, തണുത്ത ജലത്തെ ആവശ്യാനുസരണം കണ്ടൻസറിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും കൂടുതലായിട്ട് ജലം കടന്നു പോയിട്ട് കാര്യമില്ലല്ലോ. ആവശ്യാനുസരണം അതിനകത്ത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ജലം കൂടിയും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞ ജലത്തെയും കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം. ഈ ഒരു മെറ്റൽ ബെല്ലോസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഫീലർ ബൾബ് ഡിസ്ചാർജ് ലൈനിൽ കണക്ട് ചെയ്യും. ഡിസ്ചാർജ് ലൈനിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഈ ഒരു ബെല്ലോസ് വികസിക്കുകയും ഈ ഒരു സ്റ്റമ്മിനെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ഈ സ്പ്രിങ് അഡ്ജസ്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റ്, ഈ ഒരു വാൽവ് എന്ത് ചെയ്യുക, ഓപ്പൺ ആയിട്ട് ഈ ഒരു പോർഷനിലൂടെ തണുത്ത ജലം കൂടുതലായിട്ട് എങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു, കണ്ടൻസറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കണ്ടൻസറിന്റെ അവിടെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഈ ഒരു ഫീലർ ബൾബ് അതിനെ സെൻസ് ചെയ്യുകയും ജലത്തിന്റെ അളവിൽ എന്ത് ചെയ്യുക, വ്യത്യാസം വരികയും ചെയ്യും. ഈ ഒരു വാൽവ് ബെല്ലോസ് വികസിക്കുന്നതിന്റെ അളവിൽ എന്ത് ചെയ്യുക, ബെല്ലോസ് വികസിക്കുന്നത് വളരെ കുറച്ചായിട്ട് വികസിക്കുകയും ആവശ്യാനുസരണം മാത്രം ജലത്തെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ബോഡി ബ്രാസ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക, വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ബോഡി. ഇനി ഇതിന്റെ ഒരു ഡയഗ്രത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിനെ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂളിംഗ് ടവറിന്റെ പ്രവർത്തനം ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ റെഫ്രിജറേഷൻ സൈക്കിളാണ്. കംപ്രസർ, ഡിസ്ചാർജ് ലൈൻ, ഷെൽ ആൻഡ് ട്യൂബ്, വാട്ടർ കൂൾഡ് കണ്ടൻസർ, അതേപോലെ തന്നെ ലിക്വിഡ് റിസീവർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപറേറ്റർ, സെക്ഷൻ ലൈൻ ടു കംപ്രസർ. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ റെഫ്രിജറേഷൻ സൈക്കിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ കൂളിംഗ് ടവർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഷെൽ ആൻഡ് ട്യൂബ്, വാട്ടർ കൂൾഡ് കണ്ടൻസർ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കണ്ടൻസറിന്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു ഇൻലെറ്റിലാണ് നമ്മൾ എന്തിനെ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിനെ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഫീലർ ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിറച്ചിരിക്കുന്ന അതേ റെഫ്രിജറന്റ് തന്നെ ആയിരിക്കും ഈ ഒരു ക്യാപ്പിലറി ട്യൂബിന്റെ അകത്ത് ഉണ്ടായിരിക്കുക. ആ ഒരു ലൈനിന്റെ മുകളിലുള്ള ഫീലർ ബൾബിനെ നമ്മൾ ഡിസ്ചാർജ് ലൈനിന്റെ മുകളിൽ കണക്ട് ചെയ്യുന്നു. ഈ ഒരു ഡിസ്ചാർജ് ലൈനിന്റെ മുകളിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഡിസ്ചാർജ് ലൈനിന്റെ മുകളിൽ കണക്ട് ചെയ്തിട്ട് കൂളിംഗ് ടവറിൽ നിന്ന് വരുന്ന ജലത്തെ വാട്ടർ പമ്പ് അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വലിച്ചെടുക്കുന്നു. വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റമ്പിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിൽ കിടക്കുന്ന തണുത്ത ജലത്തെ നമ്മൾ വലിച്ചെടുത്തിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ഉള്ളിലൂടെ കണ്ടൻസറിലേക്കാണ് കടത്തിവിടുന്നത്. വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ഉള്ളിലൂടെ കണ്ടൻസറിലേക്ക് കടത്തിവിടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഡിസ്ചാർജ് ലൈനിലെ ടെമ്പറേച്ചറിനനുസരിച്ച് മാത്രമേ ആവശ്യാനുസരണം ജലത്തെ ഇതിന്റെ അകത്തേക്ക് ഈ ഒരു വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് കടത്തിവിടത്തുള്ളൂ. വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് ഈ ഡിസ്ചാർജ് ലൈനിലെ ടെമ്പറേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ വാൽവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നത്. കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആകുകയും ബെല്ലോസ് വികസിച്ച് കൂടുതലായിട്ട് ഓപ്പൺ ആകുകയും, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ബെല്ലോസ് കുറച്ച് വികസിച്ച് വാൽവിനെ ഓപ്പൺ ആക്കി ആവശ്യാനുസരണം മാത്രം ജലത്തെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുന്ന തണുത്ത ജലം എന്താ ചെയ്യുന്നത്, ഈ ഒരു കോയിലിലൂടെ വരുന്ന വാതക റെഫ്രിജറന്റിന്റെ താപത്തെ കൈമാറ്റം
ചെയ്യപ്പെടുന്നു. എങ്ങോട്ടേക്ക്? തണുത്ത ജലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ചൂടുള്ള ജലമായി മാറി. ആ ചൂടുള്ള ജലം എങ്ങോട്ടേക്ക് പോകുന്നു? ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ചൂടുള്ള ജലം പോകുന്ന ലൈൻ ആയതുകൊണ്ടാണ് റെഡ് കളർ മാർക്ക് ചെയ്ത്. അതേപോലെ തന്നെ ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന തണുത്ത ജലം വരുന്ന ആയതുകൊണ്ടാണ്. അപ്പം ഈ ചൂടുള്ള ജലം എങ്ങോട്ടേക്ക് പോകുന്നു? സ്പ്രേ ഹെഡറിന്റെ സ്പ്രേ നോസിലിന്റെ അടുത്തേക്ക് പോകുന്നു. സ്പ്രേ ഹെഡറിന്റെ സ്പ്രേ നോസിലിന്റെ അടുത്തുനിന്ന് അത് ഈ ഒരു ഡക്കുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തട്ടുകളിലേക്ക് എന്ത് ചെയ്യുക? സ്പ്രേ ചെയ്ത് വീഴുകയാണ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്ത് വീഴുന്ന സമയത്ത് ഓരോ തട്ടുകളിലൂടെയും ഒഴുകി ഇറങ്ങി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താപത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ അകത്തോടെ നാച്ചുറൽ ആയിട്ടുള്ള എയർ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് താപത്തെ പുറത്തെ നാച്ചുറൽ ആയിട്ടുള്ള എയറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചൂടുള്ള ജലം തണുത്ത ജലമായി മാറുകയും ചെയ്യും. ഒപ്പം ഇതിൻ്റെ അകത്തുള്ള ജലം കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യുക? ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് വാട്ടർ അല്ലെങ്കിൽ ഫ്ലോട്ട് ബോൾ മെക്കാനിസം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡക്കുകളിലൂടെ ഒലിച്ചിറങ്ങി വരുന്ന അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ജലം എന്ത് ചെയ്യുക? തണുത്ത ജലമായിട്ടായിരിക്കും ഈ ഒരു ടാങ്കിൽ നിറയുക. ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ചൂടുള്ള ജലവും നീല കളറിൽ കൊടുത്തിരിക്കുന്നത് തണുത്ത ജലവും ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഈ വാട്ടർ റെഗുലേറ്റിംഗ് വാൽവിന്റെ ഭാഗങ്ങളെ പറ്റിയിട്ട് വേണേൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്പ്രിങ്, മെറ്റൽ ബെല്ലോസ്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, അതേപോലെ തന്നെ ഫീലർ ബൾബ്. അതിന്റെ ബോഡി ഒന്നെങ്കിൽ ബ്രാസ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക.